ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, പിമ്പിൾസ്, ഡെഡ് സെല്ല് ഇതൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല ഫ്രഷ് ആക്കി വെക്കാനും നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കുന്ന വൈറ്റമിൻ സി ഓറഞ്ച് സ്ക്രബാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ കഴിയുന്ന നല്ല അടിപൊളി ഒരു റിസൾട്ട് തരുന്ന ഈ ഫേസ് സ്ക്രബ് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഈ ഫേസ് സ്ക്രബ് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ്. ഒരു സ്പൂൺ റൈസ് പൗഡറാണ് നമ്മൾ ഒരു ബൗളിലേക്ക് എടുക്കുന്നത്. ഈ റൈസ് പൗഡർ ഒരു ഗുഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും വളരെയധികം സഹായിക്കും. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഓറഞ്ചാണ്. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ബ്ലെൻഡർ യൂസ് ചെയ്ത് ഓറഞ്ച് ജ്യൂസ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് 2 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് സ്ക്യൂസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ സ്ക്രബ് ഒരുപാട് അങ്ങ് ലൂസായിട്ട് പോകും. ആവശ്യത്തിന് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ്. 1 സ്പൂൺ ഹണിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹണി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും നല്ല ക്ലിയർ ആക്കാനും സഹായിക്കും. ഹണി കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി ഫേസ് സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സ്കിന്നിൽ യൂസ് ചെയ്ത് നോക്കാം. വീക്കിലി ഒരു 2 ഡേയ്സിൽ ഈ സ്ക്രബ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഫേസ് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.